പേരാണ് വെള്ളത്തിൽ കളറിട്ട് കളർ മാറുന്ന എക്സ്പെർട്ട്. ഏതാണ് അവസാനമായ കളർ അതാണ് വിജയിക്കുക. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇടാവുന്നത്. കുറേ ഇടില്ല. കലക്കെടുത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് അവസാനത്തേക്ക് മഞ്ഞൾപ്പൊടി വേണം. അതാണ് നമ്മൾ ബാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ബാക്കി വയ്ക്കുക. ഇത് നമ്മൾ കലക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ഏത് കളർ കിട്ടിയ ആ കളർ നിങ്ങൾ കമൻറ്റ് ഇടുക. ആ കളർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ഞാൻ ഇടാൻ പോകുന്ന കളർ ഇതാണ് ഉജാല. ഈ ഉജാല ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് കിട്ടുന്നത് ആ കളർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, ഇവിടെ കമൻറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ 2 സ്പൂണാണ് ഇടുക. 2 സ്പൂണാണ് ഇടുന്നത്. 2 സ്പൂൺ ഇതിട്ടിട്ട് കലക്കുക. ഇനി അടുത്ത് നിങ്ങളുടെ വീണ്ടും മഞ്ഞൾപ്പൊടി ബാക്കി വെച്ചതല്ല. ഇനി അടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കുക. ഏത് കളറാണ് അതേ കളറാണെങ്കിൽ അതേ കളർ, അല്ലെങ്കിൽ വേറെ കളർ മാറ്റമുണ്ട് എനിക്ക്. അടുത്ത് ഞാൻ വിലാഗിരി ഒഴിക്കുകയാണ്, കലക്കുകയാണ്. അപ്പം ഏത് കളറാണ് കിട്ടിയത്? ഇത് തന്നെ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ഈ 2 കളേഴ്സും ഒരുമിപ്പിക്കുകയാണ്. ഇങ്ങനെ ഇത് 4 ഒരുമിപ്പിക്കുകയാണ്. വിനാഗിരി ഇതെല്ലാം ഒരുമിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് മൊത്തമായിട്ട് തട്ടുന്നില്ല, കുറച്ച് 2 കൈ തട്ടുകയാണ്. ഇപ്പൊ നമുക്ക് ഏത് കളർ കിട്ടിയെന്ന് നോക്കാം. നിങ്ങൾ ഈ ഗ്ലാസ്സിൽ കൂടെ കാണുന്ന കളറല്ലോ, അത് ഈ ഗിസ്പൊടി കൂടെ കാണുന്ന കളറാണെങ്കിലാണ് കമൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടി ഇതെല്ലാം ഞാൻ സ്പൂണി വെക്കുകയാണ്. 1 സ്പൂൺ തികയുമ്പോൾ ഒന്ന് ഞാൻ ഒഴിക്കുകയാണ്. അത് കൂടിപ്പോയാൽ ഇത് കൂടിപ്പോയാൽ വിനാഗിരി ഒന്ന് ഒഴിക്കുക. അത് നമ്മൾ മിക്സ് ചെയ്ത് ഒഴിച്ചാൽ മതി. അത് കലക്കാം. പിന്നെ മുകൾ ഭാഗം നിങ്ങൾ ചെയ്യുമ്പോഴേ പുതിയ കീഴും കഴിയുമ്പോൾ നിങ്ങൾ അതിനെ ഇങ്ങനെ നോക്കുക. ചേട്ടേ പപ്പ അടിച്ചോ? പപ്പ മുട്ട ഇവിടെ വീട് നമുക്കിപ്പോൾ കളറില്ലേ അത് നിങ്ങളത് കമൻറ്റ് ചെയ്ത് ആ കളർ ഞാനത് മിക്സ് ചെയ്തു. ഇപ്പം നമുക്ക് കളറാണ് അവസാനം നമുക്ക് കിട്ടിയ കളർ ഡാർക്ക് ബ്രൗൺ. എന്നാൽ നല്ല ബ്ലാക്കും പിന്നെന്താ ഈ ബ്ലാക്കും ബ്രൗണും ലൈറ്റ് ആയിട്ടുള്ള ബ്രൗണും മിക്സ് ചെയ്ത് ഒരു കളർ നോക്കി. ആ കളർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മളിത് ബാക്കി വന്നില്ലേ അത് വിനാഗിരിയും ഇതൊക്കെ അത് നമുക്ക് തട്ടാം. പിന്നെ നമുക്ക് ഇത് ഒഴിച്ച് വയ്ക്കാം. നമുക്ക് ഡാർക്കായിട്ട് പർപ്പിളാണ് കിട്ടിയത്. അങ്ങനെ നമുക്ക് ഈ അവസാനം കിട്ടിയ കളറിനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളാണെങ്കിൽ
ക്യൂട്ട് കളറും പിന്നെ കുറച്ച് യൂണിക്കോണും ഇവിടെ ഉണ്ട് വേണം. നന്ദി, നമസ്കാരം.